അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രതീക്ഷയോടെ ഷമ്മാസദ ഹിജാബിയെ തേടി പോകുന്നു. ഹിജാബി വരുന്ന വഴിയാണ് ഇതൊക്കെ, പക്ഷേ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. അവളോടാണെങ്കിൽ ഒരിക്കൽ ഞാൻ ചോദിച്ചതാണ്, പക്ഷേ അവൾ അതിന് കറക്റ്റൊരു മറുപടി തന്നിട്ടുമില്ല. ഒരു പക്ഷേ എൻ്റെ ഹിജാബിയെ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടുമുട്ടിയാലോ എന്ന് കരുതിക്കൊണ്ട് ഷമ്മാസ് നിയന്ത്രണമില്ലാതെ അതാ പോവുകയാണ്, എങ്ങോട്ടെന്നില്ലാതെ. അല്ലെങ്കിലും സ്നേഹം തലക്ക് കയറിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഒന്നും നോക്കില്ല, അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഷമ്മാസ്. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോഴുണ്ട് ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഷോപ്പിൽ നിന്നാണല്ലോ. ഹലോ, പറയൂ ബോസ്. ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബോസ് എവിടെയാണ്? കാണുന്നില്ല. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു, ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ വരുന്നത് കാണാത്തതുകൊണ്ട് വിളിച്ചതാ. എങ്ങോട്ട് പോയതാണ്? ഞാനിപ്പോൾ വരാം കേട്ടോ. ഓക്കെ. ഹിജാബിയെ തേടിയുള്ള ആ ഒരു യാത്ര അവിടെ അവസാനിപ്പിക്കേണ്ടതായി വന്നു. അല്ലെങ്കിലും അങ്ങനെ പോയിട്ടെന്താ, ഒരു ഊരും പേരും ഒന്നും ചോദിച്ചറിയാതെ ഷമ്മാസ് വണ്ടി തിരിച്ചു. എപ്പോഴും ആ ഹിജാബിയുടെ മനോഹരമായ കണ്ണുകൾ മാത്രമാണ് മനസ്സിൽ നിറയുന്നത്. തിരിച്ചു പോകാനേ തോന്നുന്നില്ല. ശരിക്കും ഹിജാബിയെ കണ്ടെത്തണം എന്നാഗ്രഹിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. അതെങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാവൂ. അവളോട് ചോദിച്ചാൽ അവൾ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നില്ല, കാരണം അവൾക്ക് പേടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഒരു അന്യപുരുഷൻ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ എന്ത് വിചാരിക്കും? അതും അറിയാത്തൊരാൾ. ഹേയ്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പോവില്ല. എല്ലാം സമ്മതത്തോടു കൂടി മാത്രം, അതും ഉപ്പയുടെയും ഉമ്മയുടെയും സമ്മതത്തോടു കൂടി പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോവുക. ഷമ്മാസ് ഒരു നിമിഷം ചിന്തിച്ചു, അല്ലെങ്കിലും എന്തിനാ പെണ്ണ് കാണാൻ പോകുന്നത്? അവളെ ഞാൻ കണ്ടതല്ലേ. അവളുടെ മനോഹരമായ കണ്ണുകൾ പോലെ ആയിരിക്കും അവളുടെ മുഖവും, അതെനിക്കുറപ്പുണ്ട്. ഒരു ഉസ്താദ് പ്രഭാഷണം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ സോഫ്റ്റ്നെസ്, ശരീരത്തിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ അവളുടെ കൈകളിലേക്ക് നോക്കിയാൽ മതിയെന്നാണ്. ആ കൈകൾ പോലെയായിരിക്കും അവളുടെ ശരീരം. കൈകൾ എത്രമാത്രം മനോഹരമാകുന്നു അതിനനുസരിച്ച് ശരീരവും ഭംഗിയുണ്ടാകും. കൈകളും മുഖത്തും നോക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ്. ഇനിയിപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ മുഖത്തേക്കും നോക്കാം, ശരീരത്തിൻ്റെ അവസ്ഥ അറിയാൻ കൈകളിലേക്കും നോക്കാം. അത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും. അതാണ് പറഞ്ഞത്. അവളുടെ ആ മനോഹരമായ കൈകൾ, അത് അത്രമാത്രം സുന്ദരമാണ്. എനിക്ക് ഹിജാബിയെ പെണ്ണ് കാണാൻ പോകേണ്ട ഒരാവശ്യവുമില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഉമ്മാക്ക് കാണാൻ പോകൽ നിർബന്ധമായിരിക്കും. എന്തപ്പോൾ ചെയ്യാം? ഉമ്മയുടെ മനസ്സൊന്ന് റെഡിയാക്കണം. എന്നാൽ മാത്രമേ ഉമ്മ പെണ്ണ് കാണാൻ വരുള്ളൂ. എനിക്ക് അറിയാം, എൻ്റെ ഉമ്മാക്ക് ഹിജാബിയെ ഇഷ്ടപ്പെട്ടാൽ ഹിജാബിയെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അവളെ കാണാത്തത് കൊണ്ടാണ്. കണ്ടാൽ തീർച്ചയായും എൻ്റെ ഉമ്മാക്ക് അവളെ ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും അവളെ കണ്ടാൽ തോന്നില്ലല്ലോ അവൾ ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണാണെന്നോ, അങ്ങനെയൊന്നും തോന്നില്ല. ശരിക്കും ചെറിയൊരു പെൺകുട്ടി പോലെ തന്നെയാണ്. ഷമ്മാസിൻ്റെ ഷോപ്പെത്തി. അതെ, അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അതാ ബോസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതാ ഷമ്മാസിനെ കൊണ്ട് സ്റ്റാഫ് പരിചയപ്പെടുത്തുന്നു. പുതിയ ഷോപ്പിലേക്ക് കുറച്ച് ഫോൺ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ബെസ്റ്റ് നല്ല കമ്പനിയിൽ നിന്ന് കുറച്ച് ഓർഡർ ബുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഷമ്മാസും അവരും നല്ല സംസാരത്തിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊബൈൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഷോപ്പിനും നല്ല ബിസിനസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതെ, അതുണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ ഷോപ്പിലെ വിലക്കുറവും പിന്നെ റിപ്പയറിംഗ് മേഖലയിലെ ആ ഒരു കഴിവും, അതുമാത്രമല്ല കുറഞ്ഞ രീതിയിലുള്ള ക്യാഷുമാണ് അവർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജനപ്രിയമായ ഒരു മൊബൈൽ ഷോപ്പാണ് ഐഷാസ് മൊബൈൽസ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നൊക്കെ ആളുകൾ ഈ ഷോപ്പ് ലക്ഷ്യമാക്കി വരുന്നുണ്ട്. ഷമ്മാസ് എപ്പോഴും പറയണം, നമ്മൾ ഒരുപാട് ക്യാഷ് കിട്ടണം എന്നുള്ള ചിന്തയിലല്ല ബിസിനസ് തുടങ്ങേണ്ടത്. കസ്റ്റമർക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ ഒരു സർവീസ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ ഹാപ്പി ആയിരിക്കണം. അവർ ഹാപ്പിയായി തിരിച്ചു പോയാൽ മാത്രമേ അവർ വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരൂ. അല്ലാതെ നമ്മുടെ
ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി തിരിച്ചു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുള്ള ഫോണുകളൊക്കെ നന്നാക്കി തിരിച്ചു പോകുമ്പോൾ അത് 2 ദിവസം കൊണ്ട് തന്നെ ഡിസ്പ്ലേ വീണ്ടും നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു തുക നമ്മളോട് കറക്റ്റായിട്ട് 3000 രൂപ 4000 രൂപയൊക്കെ വാങ്ങുമ്പോൾ അത് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് കേടുന്നു പോയാൽ വെറുതെ എൻ്റെ പൈസ പോയി എന്നൊരു ഇത് വരും. പക്ഷെ അങ്ങനെ വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പകുതി ക്യാഷ് ഈടാക്കുക. കാരണം അതൊന്നും ഉറപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് ആരും വാങ്ങരുതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഏതൊരു ഫോൺ വാങ്ങുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉള്ള വിലയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കസ്റ്റമർ ഹാപ്പിയാകും. പിന്നീട് അതിൻ്റെ ഒരു ടൈം അല്ലെങ്കിൽ ഫോൺ വാങ്ങേണ്ട അവസ്ഥ, ലാപ്ടോപ്പ് വാങ്ങേണ്ട അവസ്ഥ, റിപ്പയറിങ്ങിൻ്റെ അവസ്ഥയൊക്കെ വരുമ്പോൾ ഈ ഒരു ഷോപ്പ് ഇവിടെ കുറഞ്ഞ രീതിയിൽ കിട്ടും, അല്ലെങ്കിൽ അവരുടെ സർവീസ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മെ ഷോപ്പ് ലക്ഷ്യമാക്കി വരും. അതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ മാക്സിമം കസ്റ്റമറെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഷമ്മാസ് അവിടെ ബിസിനസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഐഷാസ് മൊബൈൽസ് ഒരു ജനപ്രിയ മൊബൈൽ ഷോപ്പായി മാറിയിരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു കസ്റ്റമർ കടന്നു വരുമ്പോൾ അവരോടുള്ള പെരുമാറ്റങ്ങൾ, കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിലായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ബിസിനസ് ട്രിക്കുകളെല്ലാം ഷമ്മാസ് സ്റ്റാഫിനോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഷമ്മാസ് എപ്പോഴും പറയും, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അതൊരിക്കലും മോശമാകരുത്. അവർക്ക് അത് പരമാവധി അവർ തന്ന ക്യാഷിനേക്കാളും ഇരട്ടി അത് യൂസ് ചെയ്യാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അല്ലാതെ അത്രയ്ക്കും വിലപിടിപ്പുള്ള ഫോണൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നൊരവസ്ഥ, ഡിസ്പ്ലേ പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ മടിയായിരിക്കും. പക്ഷേ അങ്ങനല്ല, നമ്മൾ വില കുറച്ച് സാധനങ്ങൾ നല്ലത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിലാണ് ആളുകൾ വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുള്ളൂ. അങ്ങനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്കും ഫോൺ വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക്, അതുപോലെ കേടുവന്നാൽ കംപ്ലൈൻറ്റ് വന്നാൽ അത് ഡിസ്പ്ലേ നന്നാക്കാൻ ക്യാഷ് ഇല്ലാത്ത കുട്ടികൾക്ക് ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഐഷാസ് മൊബൈൽസ് വേൾഡ്. അതിനൊന്നും ക്യാഷ് ഈടാക്കരുത് എന്ന കാര്യം പ്രത്യേകമായി ഷമ്മാസ് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് കൊണ്ടുപോകുമ്പോൾ അത് ഷമ്മാസിനെ ഒന്ന് കാണിക്കണം. പിന്നെ ബില്ല് പേ ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അത് ഷമ്മാസിൻ്റെ കെയർ ഓഫിലാണ്. അത് ആരെയും ഷമ്മാസ് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, അത്രക്കും അതിൻ്റേതായ രീതിയിൽ ആ ക്യാഷിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടും കസ്റ്റമറെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഷമ്മാസ് അങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത്. അന്ന് നുസൈബയുടെ വീട്ടിൽ നുസൈബ ക്ലാസ്സിൽ പോകാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. തലേന്ന് രാത്രി ഹുസൈനാജിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ അവർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ ഉമ്മ വിചാരിച്ചു, എന്തായാലും മോളെ നാളെ ക്ലാസ്സിന് പറഞ്ഞേക്കണ്ട, രാവിലെയാണ് വരിക എന്ന് പറഞ്ഞത്. എന്തായാലും 11-12 മണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അന്ന് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു നുസൈബയോട്, മോളെ നുസിയെ, എൻ്റെ കുട്ടിനെ ഇന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കുട്ടി ഇന്ന് ക്ലാസ്സിന് പോകണ്ട കേട്ടോ. ഉമ്മ, അത് മോളെ ഒന്നും പറയണ്ട, നമുക്ക് പെട്ടെന്നൊരു വിവാഹാലോചന അത് റെഡിയാക്കി കഴിഞ്ഞാൽ നിക്കാഹ് കഴിച്ചിട്ടാൽ മതി, കല്യാണമൊന്നും വേണമെന്നില്ല. പിന്നെ എനിക്ക് പഠിക്കാൻ പോവല്ലേ, എന്നാലും ഒരാളെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചാൽ അത് വല്ലാത്തൊരു സമാധാനമാണ്. അല്ലെങ്കിൽ ഉമ്മ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വരും എന്നുള്ളത്. മോളെ, ഇന്നലെ രാത്രിയാണ് അവർ വിളിച്ചത്. പിന്നിപ്പോൾ എന്നോട് പിന്നെ ഇന്ന് രാവിലെ പറയാമെന്ന് വിചാരിച്ചു. അതെന്താ എൻ്റെ കുട്ടി അങ്ങനെ പറഞ്ഞത്? ഉമ്മ, എനിക്കിപ്പോൾ വേണ്ടില്ലായിരുന്നു ഉമ്മ. മോളെ, എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ കുട്ടി ഒന്നെടുത്താൽ മതി. ഓല് വരും, ചിലപ്പോൾ ഓലമ്മയും വരുന്നാണ് പറഞ്ഞത്. ഇമ്മയും മോനും ബ്രോക്കറും കൂടിയാണ് വരുന്നത്. ഹുസൈനാജിയുടെ വീട്ടിൽ നിന്നാണ് പെണ്ണ് കാണാൻ വരുന്നത് എന്നുള്ള കാര്യമൊന്നും അവൾക്കറിയില്ല. ഉമ്മ, ഞാൻ പഠിക്കല്ലേ, എൻ്റെ പഠനമൊക്കെ നഷ്ടപ്പെടില്ലേ? ഒരിക്കലുമില്ല മോളെ, ഓല് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റിക്കണ്. ഒന്നും ഈ അറിയണ്ട, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് എനിക്ക് ഓൻ്റെ കൂടെ പോകണമെങ്കിൽ പോവാം. അതുകൊണ്ടൊക്കെയാണ് ഉമ്മ സമ്മതിപ്പിച്ചത്. മറ്റേന്താന്നോ, എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടല്ല എന്നാൽ ഫൈസലിനെ കെട്ടിയിട്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവൻ നല്ല ചെക്കനാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ചെക്കന്മാരെ കുറിച്ച് അന്വേഷിക്കണമല്ലോ, വെറും ഈ വീട്ടുകാരെ കുറിച്ച് മാത്രം
നമ്മളടുത്ത് പറ്റി കേട്ടു തന്നെ. നമ്മൾ ഫൈസലിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല, ഓൻ്റെ കളിയും കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഇവർ പിന്നെ നല്ല ഡീസൻ്റ് കുട്ടിയെന്നാണ് പറഞ്ഞത് കേട്ടത്. ഉമ്മയോട് എന്ത് പറയണം എന്നറിയാതെ അതാ നുസൈബ ആകെ സങ്കടപ്പെടുന്നു. പഠിച്ചവനെ, എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല. എൻ്റെ വിധി, അല്ലാതെ എന്താ. ഉമ്മ, ഇനി ഞാൻ ഒരാളെ മുമ്പക്കും പോകണില്ല. എനിക്ക് കാണണ്ടമ്മ, ഇന്നെ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല, സത്യമായിട്ടും. മോളെ, ഈ അങ്ങനെ പറയല്ലേ. ഇനിയിപ്പോൾ എനിക്ക് പുതിയാപ്പിളിൻ്റെ മുമ്പൊക്കെ പോകാൻ മടിയാണെങ്കിൽ ഈ പോകണ്ട. എന്നാലും ഒലെമ്മെങ്കിലും എന്നെ വന്ന് കണ്ടോട്ടെ. നുസൈബ നേരെ ഉപ്പയുടെ അടുക്കലേക്ക് ചെന്നു. ഉപ്പാ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടപ്പാ. മോളെ, എൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ ഇപ്പോൾ ആഗ്രഹമില്ലെങ്കിൽ ഇപ്പം അതിന് നിൽക്കണ്ട. നമുക്ക് പറ്റുന്നത് നിക്കാഹ് കഴിച്ചിടാം, അല്ലെങ്കിൽ നിശ്ചയം. എന്നിട്ട് പിന്നെ ആക്കം പോലെ ആക്കാം. അത്ര വലിയ തിരക്കൊന്നും ഇല്ല ഓൽക്കും. ഹുസൈനാജിയുടെ വീട്ടിൽ ഹസ്കർ ഉമ്മയോട്, ഉമ്മ, എന്താ പെട്ടെന്നൊരു കല്യാണമൊക്കെ പറച്ചിലൊക്കെ. ഞാനത് വിചാരിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഒരിക്കലും ഉമ്മ ഞാൻ കരുതിയിട്ടില്ല. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് കാണാൻ പോയിക്കോളമ്മ. അതല്ലേ നല്ലത്. മോനെ, ബാപ്പാൻ്റെ നിർബന്ധമല്ലേ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ. ബാപ്പ വരുന്നില്ല എന്ന് പറഞ്ഞു. ബാപ്പ വരുന്നില്ലേ? ഇല്ല. എനിക്കും പോവാം. പിന്നെ ആ ബ്രോക്കറും ഉണ്ടാവും. ഉമ്മ, ഞാൻ പോരുന്നില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ല ഇങ്ങനൊരു സംഭവം. ഉപ്പാൻ്റെ ഒരു ചൂടിന് പെട്ടെന്നത്. എന്താണ് ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ? നമ്മളെ മനസ്സിൻ്റെ ഒരു സമ്മതം കൂടി നോക്കണ്ടേ. എനിക്കിപ്പോൾ താല്പര്യമില്ലേ. എനിക്കിപ്പോൾ പെണ്ണ് കിട്ടുന്നൊരു വിഷയം ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ലമ്മ. എനിക്കിനി എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്. മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നോട് നിർബന്ധിച്ച് പറഞ്ഞതാണ്, ഈ മോനും പോയിക്കോ അങ്ങനെ പറഞ്ഞ്. ഇനിയിപ്പോൾ അവരോട് പറഞ്ഞും ചെയ്തില്ലേ. അതൊന്നും സാരമില്ല. ഇനി ഇപ്പാൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളെന്ന്. ഞാനോ? ഞാനെങ്ങനെ? ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കൂടെ വരാം, പക്ഷെ വീട്ടിലേക്ക് ഞാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലമ്മ. അപ്പോൾ എന്താണിപ്പോൾ എന്ത് പണിയാണ് ചെയ്തത്? ഒരു വാക്ക് ചോദിക്കുക പറയുക ചെയ്യാതെ മൂപ്പര് ഇഷ്ടം പോലെയാണ് ചെയ്യുക. ബാപ്പാരായാലും കുറച്ചൊരിത് വേണ്ടേ. മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിൽപ്പാൻ്റെ മുമ്പൊന്ന് നമുക്ക് പോകാം. എന്നിട്ട് നിങ്ങൾ ആ ബ്രോക്കറും കൂടി അങ്ങോട്ട് പോലെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് ഞാനവിടെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട്, ഞാൻ ഡ്രൈവറായിട്ട് വന്ന പോലെ ഇരുന്നുകൊണ്ട്, എന്നിട്ട് പറഞ്ഞാൽ മതി ഓന് ഒഴിവില്ല, അപ്പോൾ ഞാൻ വന്ന് കണ്ടു പോവാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ ഉമ്മ, എനിക്ക് താല്പര്യം തന്നെ ഇല്ല ഉമ്മ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇഷ്ടമില്ലാത്തതിൽ മേലെ വെച്ച് കെട്ടാൻ പാടുണ്ടോ? മോനെ, ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, നല്ല പെൺകുട്ടിയാണ്, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പൂതി ഉണ്ടായി. സത്യം പറഞ്ഞാൽ മോനെ, ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി പോകുമ്പോൾ ഗൾഫിലേക്ക് നിൻ്റെ കൂടെയാണ് പോയിക്കോട്ടെ എന്നാണ് ഞാൻ കരുതിയത്. ഒരിക്കലും വീട്ടിൽ നിർത്താനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെ എനിക്ക് കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. ഉപ്പാൻ്റെ ഒന്നും 5 പൈസ തൊടാതെ എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇൻഷാ അല്ലാ വിവാഹം കഴിക്കുക. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതിപ്പോൾ എന്താ വല്ലാത്തൊരിതായിപ്പോയി. എന്താ ഉമ്മയും മോനും കൂടിയും ഒരു ചർച്ച? പെട്ടെന്നത് ഹുസൈനാജി അങ്ങോട്ട് വരുന്നു. ഉപ്പയുടെ ആ ഒരു വർത്തമാനം കേട്ടപ്പോൾ തന്നെ അസ്കർ മെല്ലെ അങ്ങോട്ട് മാറി. എന്താടേ മോനും ഉമ്മയും കൂടിയും ഒരു പുതിയ വിഷയം? ഒന്നുമില്ല. നോക്കി, പിന്നെ മോന് പറയേണ്ടത് എനിക്കിപ്പോൾ താല്പര്യമില്ല കല്യാണം കഴിക്കാൻ, ഇപ്പോൾ ഞാൻ വിചാരിക്കണില്ല എന്നാണ്. അതിന് ഓനോടാരെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്? ഒന്ന് കണ്ടു പോണിനിപ്പോൾ എന്താ? ഒന്ന് നിക്കാഹ് കഴിച്ചിട്ടാൽ പോരെ? ഓനോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കണം, കെട്ടി കൊണ്ടുവരണമെന്നൊന്നും. പിന്നെന്താ ഓനക്ക് ഇത്ര ബേജാറൊന്ന് കാണാൻ പോണിനിപ്പോൾ ഇത്ര വലിയതാ? ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞും ചെയ്തു. അതെ, ഓനക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഇപ്പോൾ എന്തിനാണ് പോണത്? എനിക്കറിയായിട്ടാണ്. ഓൻ ഇഷ്ടമുണ്ടാവോ ഇല്ലയെന്ന് ആ പെൺകുട്ടിനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരിക്കലും ഓൻ വേണ്ടാന്ന് പറയില്ല. അസ്കറെ, ഇവിടെ വന്നാ. അസ്കറിൻ്റെ റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നു ഉപ്പ. എന്താടാ എനിക്ക് ഞാൻ പറഞ്ഞാൽ എന്താ കേട്ടൂടെ? എന്നോട് എന്താ പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞിട്ട് എന്താ എനിക്കൊരു മടി? എന്താ ബാപ്പ പോരായിട്ടാണോ? എനിക്ക് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത്? എന്താ എനിക്ക് വേണ്ടിയത്? മഹർ ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിട്ടാണോ ഈ ഇങ്ങനെ മടിച്ചിക്കണേ? എത്രയെന്ന് വെച്ചാൽ ഞാനങ്ങോട്ട് തരൂലേ? ഈ ഒന്നും അറിയണ്ട. നിക്കാഹിനെ കുറിച്ചും കല്യാണത്തിനെ കുറിച്ചും ഒന്നും അറിയണ്ട. ഒക്കെ ഞാനണ്ട് ഏറ്റെടുത്തു. ഈ ഒന്ന് കാണാൻ പോയാൽ മതി. അസ്കർ ഒന്നും മിണ്ടിയില്ല. എന്താടാ എനിക്കെന്താ മിണ്ടാൻ നാവില്ലേ? ഉപ്പ ദേഷ്യത്തോടെ ചോദിച്ചു. ഉപ്പ,
ഞാനിപ്പോൾ വിചാരിച്ചിട്ടില്ലേ ഈ ഒരു പ്രാവശ്യം ഞാൻ വിവാഹത്തിന് വേണ്ടി വന്നതല്ല. ആരാടാ നിന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? ഏ നിന്നോട് ഞാൻ പറഞ്ഞത് എന്താ? ആ പെണ്ണിനെ ഒന്ന് കണ്ടുവരും, ഒന്ന് നിക്കാഹ് കഴിച്ചാൽ പോരെ? എന്താ നിനക്ക് ഇത്ര പ്രയാസമില്ലേ? ഇനി അങ്ങനത്തെ കിട്ടില്ല, നല്ല കുട്ടിയാണത്. ഇനി എവിടെ നിന്ന് കിട്ടണേ? ഇപ്പം പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഇപ്പം ഞാൻ ഒരിക്കലും അത് ഞാൻ ആഗ്രഹിക്കണില്ല. ഇത് തറവാട്ടുകാരെ പറയിപ്പിക്കണ്ട കേട്ടോ. ഇന്ന് വരും എന്ന് പറഞ്ഞ് വിളിച്ചറിഞ്ഞതാണ്. അതിന് ബാപ്പ എന്നോടൊരു കാര്യങ്ങൾ ചോദിച്ചോ? നിങ്ങളെ ഇഷ്ടത്തിനല്ലേ വിളിച്ചറിയാൻ പറഞ്ഞത് ബ്രോക്കറോട്? ഒന്ന് ഒന്ന് ചോദിക്കണ്ട എന്നോട്. പിന്നെ ഈ ഹുസൈനാജിനെ പറയിപ്പിക്കാൻ നിൽക്കരുതിട്ടാ. വേഗം മാറ്റി ഒരുങ്ങിക്കാണി. ഇന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞാണ്. സമയം ഇപ്പം എത്ര ഇത്? എൻ്റെ ഉമ്മാനോട് പറയും വേഗം മാറ്റി ഒരുങ്ങാൻ. അതാ പുതിയ വണ്ടി തന്നെ എടുത്തോ. പിന്നെ ഞാൻ പറഞ്ഞ് കേൾക്കാതെ നിങ്ങളെ ഇഷ്ടം പോലെ ആക്കുകയാണെങ്കിലേ പിന്നെ ഹുസൈനാജി തിരിഞ്ഞു നോക്കൂല കേട്ടോ. ആരെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂല, മക്കൾ തിരിഞ്ഞു നോക്കൂല. പറഞ്ഞില്ല എന്ന് വേണ്ട. അയാൾ അവൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോകുന്നു. അല്ല, എന്താ എൻ്റെ തീരുമാനം? ഇജ്ജും ബാക്ക് കാണുന്നതിന്? ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ രണ്ടാളും മുന്നിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അപ്പം കാണാം. വേഗം മാറ്റി ഇറങ്ങിക്കൂടി. ഇനി സമയം വല്ലാതെ വൈകിപ്പിക്കണ്ട. നിങ്ങളെന്തിനിപ്പോൾ ഓനെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് ഓനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണേ? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്തോ ഉണ്ടോ ഇല്ല എന്നല്ല ഇവിടെ വിഷയം. ഹുസൈനാജിൻ്റെ വീട്ടിക്ക് ആ മരുമകൾ ഇങ്ങോട്ട് എത്തണം, ഉള്ളുകൊണ്ട് കയറി വരണം. അതെൻ്റെ ആഗ്രഹം. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്. പിന്നെ എൻ്റെ മോന് അതിന് സമ്മതമല്ല, അതിന് നിൽക്കണില്ലെന്നില്ലെങ്കിൽ പിന്നെതാ യാതൊരു രീതിയിലുള്ള ബന്ധവും നമ്മൾ തമ്മിലുണ്ടാവില്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഞാൻ പിടിച്ചു വെക്കൂല. എന്നും അത് പറയും, എനിക്ക് ഇറങ്ങിപ്പോകാം, എനിക്ക് പോകാമെന്നൊക്കെ. അല്ലെങ്കിലും ഒരു ഭാര്യനോടൊക്കെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഹെടി, ഭാര്യനെ കിട്ടാനാണോ പണി? അതെ, ഭർത്താവ് പറയുന്നത് അങ്ങോട്ട് അനുസരിക്കാതെ നിന്നാലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണില്ലേ? പിന്നെ എന്താ നിങ്ങൾ പറയണത് ഞാൻ കേൾക്കണോ? വേഗം രണ്ടോളം കൂടി മാറ്റി ഇറങ്ങിക്കോളി. ഞാൻ മജീദിനെ വിളിക്കട്ടെ. മജീദിനെ അതാ ഹുസൈനാജി വിളിക്കുന്നു. മജീദേ, ആയില്ലേ? ഇങ്ങോട്ട് പോര്. ആ മുതലാളി, ഇത് വരുന്നിപ്പോൾ വരാം. അസ്കറിൻ്റെ ഉമ്മ അതാ മനമില്ല മനസ്സോടുകൂടി ഡ്രസ്സ് മാറ്റുന്നു. സാരിയാണ് അവർ എടുക്കുന്നത്. അസ്കർ ഉമ്മയുടെ റൂമിലേക്ക് വരുന്നു. ഉമ്മ, നിങ്ങൾ ഡ്രസ്സ് മാറ്റുകയാണോ? ആ മോനെ, ദാ ഇപ്പോൾ കഴിയും. എന്താ മോനെ? ഉമ്മ വാതിൽ തുറന്നു കൊടുത്തു. മോനെ, അത് എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഇപ്പാൻ്റെ ഓരോ ചൂടല്ലേ, ഒന്ന് കണ്ടുവരാം നമുക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇഷ്ടപ്പെട്ടിട്ടില്ല, പറ്റിയിട്ടില്ല, അങ്ങനെ എന്തേലും പറയാം. എന്നാലും ഇപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പോവേ ലക്ഷ്യമുള്ളൂ. ഉമ്മ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമ്മ. അത് ചതിയാണ്. ശരിയാണ് മോനെ, എന്ത് ചെയ്യാം? ഇപ്പാൻ്റെ ഒരു ചൂടിന് പിന്നെ പോകാതിരിക്കാനും കഴിയൂലല്ലോ. ഈ വീട്ടിലൊരു സുഖം ഉണ്ടാവില്ല പോകാഞ്ഞാൽ. നിനക്കറിയില്ലേ, എന്നോട് പലവട്ടം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളെ ആലോചിച്ച് ഞാൻ ക്ഷമിച്ചിവിടെ നിൽക്കുകയാണ്. അസ്കർ മോനും ഉമ്മാക്കും ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുക്കളക്കാരി അതാ വിളിക്കുന്നു. ആ കുട്ടിയെ സാരി എടുത്തിട്ട് നല്ല മൊഞ്ചുണ്ടാ എന്നെ കാണാൻ. പിന്നെ അല്ലെങ്കിലും ഹുസൈനാജി എന്നെ അങ്ങനെ കെട്ടിയതാണല്ലോ. എന്നെ കണ്ടിട്ട് ചെറുപ്പത്തിൽ എന്നെ കാണാൻ എന്തോ ഒരു ചുരുക്കായിരുന്നു. ഇപ്പോഴല്ലേ കുറച്ചൊക്കെ കോലം കെട്ടത്. എന്നാലും ഇപ്പോൾ ഈ സാരിയൊക്കെ ചുറ്റിയപ്പോഴേ നല്ലൊരു സുന്ദരി ആയിക്കണിജ്. താത്ത, മനസ്സൊക്കെ സമാധാനം ഉണ്ടെങ്കിലല്ലേ നമ്മളെ സൗന്ദര്യമൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ടെൻഷനല്ലേ? എന്ത് കാര്യത്തിനടി എനിക്ക് ടെൻഷന്? എനിക്ക് ഇവിടെ നല്ല സുഖമല്ലേ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഓന് നടത്തി തരുന്നില്ല. എനിക്കൊന്നും അറിയണ്ടല്ലോ. പണിക്കാരത്തിയാളും എല്ലാം ഉണ്ടല്ലോ എനിക്ക്. താത്ത, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളെപ്പോലെ പ്രായമുള്ള പണിക്കാരത്തിയാളാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. മറ്റേത് കുറച്ച് പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴേ മനസ്സൊക്കെ ഒരു സുഖമല്ല, സമാധാനമില്ല. അതങ്ങനെയാണ്. എന്തപ്പോൾ ചെയ്യുക? എന്നാൽ ചായ കുടിച്ചോളി. നിങ്ങൾ കല്യാണക്കാര്യത്തിന് വേണ്ടി പോവുക അല്ലേ? എന്തായാലും റാഹത്തിലാക്കട്ടെ. താത്ത, എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, മോന് കൊടുത്തോളി. അസ്കർ മോന്. ഹുസൈനാജി അതാ വന്നു നോക്കുന്നു. ഒരുങ്ങിയില്ലേ ഉമ്മയും മോനും? ആഹാ, ഇത്ര പുതിയ എണ്ണായിക്കാണ്ട് എവിടുക്കാണ് പോണത്? ഞാൻ പിന്നെ എങ്ങോട്ടോ പോകാനുള്ളത്? എനിക്ക് ഞാൻ എവിടേക്കും പോകലും ഇല്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് പെരയിൽ പോയെങ്കിലായി. അല്ലെങ്കിൽ അതുമില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കലെന്നല്ലേ. അല്ലേ, ഇത്രയൊന്നും മാറ്റി ഒരുങ്ങണ്ടില്ലേനോ? അത് കേട്ട് ആ താത്ത പറഞ്ഞു, ഓളെ മാറ്റി ഒരുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, ഓളാ സാരി ഒന്ന് ചുറ്റിയിട്ടുള്ളൂ.
അല്ലെങ്കിലും എൻ്റെ പെണ്ണ് പണ്ടേ നല്ല രസമാണല്ലോ കാണാൻ. സാരിയൊക്കെ ചുറ്റുമ്പോൾ ഒന്നും കൂടി രസം കൂടും. അതിപ്പോൾ എൻ്റെ കണ്ണിൽ പോയി രസമൊന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലേ, കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഇത്രമാത്രമൊക്കെ മാറ്റി ഒരുങ്ങണോ പെണ്ണ് കാണാൻ പോകുമ്പോൾ? പുതിയെണ്ണ ഇറങ്ങല്ലല്ലോ എന്ന് അതാ ചോദിച്ചത്. ശരിക്കും അസ്കർ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഉമ്മയുടെ മുഖത്ത് ശരിക്കും സങ്കടമുണ്ട്. എങ്കിലും എൻ്റെ ഉമ്മ സാരിയൊക്കെ ചുറ്റി ഇറങ്ങിയപ്പോൾ ശരിക്കൊരു സുന്ദരിയായിട്ടുണ്ട്. പാവാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഉപ്പയുടെ ഈ ഒരു ക്രൂരതകൾ. ഉപ്പയുടെ ഓരോ സംസാരങ്ങളും വാക്കും കേട്ട് എൻ്റെ ഉമ്മ കുറേ കരഞ്ഞിട്ടുണ്ട്. പാവാണ് എൻ്റെ ഉമ്മ. ഉമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അതാ അസ്കർ ഉമ്മയോടൊപ്പം ഇറങ്ങുകയാണ്. ഹുസൈനാജി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. പെൺകുട്ടിയെ നല്ലോണം നോക്കിക്കോണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് പത്തര മാറ്റുള്ള നമ്പർ 1 കുട്ടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കണമെങ്കിൽ നോക്കിക്കോളി, സംസാരിച്ചോളി. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഉപ്പയുടെ ഈ അത്യുത്സാഹം കണ്ട് അസ്കറിന് എന്തൊക്കെയോ തോന്നുകയാണ്. എന്തിനാണ് ഇപ്പോൾ ഉപ്പ എൻ്റെ കാര്യത്തിൽ എങ്ങനെ ഇടപെടുന്നത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിക്കൂടെ? എന്തിനാണിത്? എനിക്കറിയുന്നില്ല. അസ്കർ വണ്ടിയിൽ കയറി. ഉമ്മ അതാ ബാക്ക് സീറ്റിലേക്ക് പോകുമ്പോൾ അസ്കർ പറഞ്ഞു, ഉമ്മ ഇവിടെ ഇരുന്നോളി, ഈ ഫ്രണ്ടിൽ. മജീദാക്ക അവിടെ ബാക്കിൽ ഇരുന്നോളൂ. മോനെ അത് വേണ്ടടാ, ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ മുന്നിലിരുന്നോളി, ഞാൻ ബാക്കിൽ ഇരുന്നോളാം. അത് കുഴപ്പമില്ല അമ്മ, ഉമ്മ മുന്നിലിരുന്നോളി. അസ്കറിന് നിർബന്ധം ഉമ്മയെ ഫ്രണ്ടിൽ ഇരുത്താനായിരുന്നു. അപ്പോഴേക്കും ഹുസൈനാജി അങ്ങോട്ട് വന്ന് പറഞ്ഞു, മജീദ് മുന്നിൽ കയറിക്കോട്ടെ, ഓള് ബാക്കിൽ ഇരുന്നോട്ടെ. ഓളഞ്ഞ് മുന്നിൽ വെച്ച് ആരെയും കണ്ടാലേ പിന്നെ ഇനിയിപ്പോൾ ഓൾക്കും ഒരു പെൺകെട്ട് ആലോചിക്കേണ്ടി വരും. അത് കേട്ട് മജീദ് ശരിക്കും ഒന്ന് ചിരിച്ചു. അത് അസ്കറിനും ഉമ്മക്കും പറ്റിയില്ല. മനസ്സിൽ വിചാരിച്ചു, ഉപ്പയുടെ ഒരു വളിഞ്ഞ തമാശ. ഹൈ, അതും ഉമ്മയെക്കുറിച്ച്. ഉമ്മാക്കത് കേട്ടപ്പോൾ വല്ലാതെ ആയിപ്പോയി. അല്ലെങ്കിലും ഒരാളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ആലോചിച്ചപ്പോൾ ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമായി. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പോലത്തെ സ്വഭാവമൊന്നും എനിക്കില്ലല്ലോ. ഞാൻ ഈ കൂടിനുള്ളിൽ, ഈ ഒരു വീടിനുള്ളിൽ അങ്ങനെ കഴിയല്ലേ, പുറത്തിറങ്ങി പോലുമില്ല വല്ലാതെ. അതെ, വേലക്കാരികളും ജോലിക്കാരും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. എല്ലാം കൊണ്ട് സുഖമാണ്, പക്ഷേ മനസ്സമാധാനമില്ല. അതാണ് സങ്കടം. അതുമല്ല, ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങുന്ന പോലെ ഓരോ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഓളെ കിട്ടിയാലോ അങ്ങനെ എങ്ങനെയെന്നിങ്ങനെ പറഞ്ഞ് മജീദിനോടൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെയാണ്. അതൊന്നും ഉമ്മാക്ക് കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ്. അസ്കറിന് മുമ്പിൽ വെച്ച് വരെ പെണ്ണ് കെട്ടുന്ന കാര്യം പറയും. പിന്നെ ഇപ്പം എങ്ങനെ മക്കൾക്ക് ബഹുമാനം ഉണ്ടാകും? അസ്കർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതാ മുന്നോട്ട് പോകുന്നു. ഉമ്മക്ക് എന്തൊക്കെയോ അസ്കറിനോട് പറയണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം മജീദ് പറഞ്ഞു കൊടുക്കും. അതാണ് പേടി. അസ്കർ വിചാരിച്ചത് അവർ രണ്ടുപേരും പോയിക്കോട്ടെ, ഞാനിവിടെ വണ്ടിയിൽ ഇരുന്നോളാം എന്നായിരുന്നു. ഒരിക്കലും ഇപ്പോഴൊരു വിവാഹത്തെക്കുറിച്ചോ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചോ ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഇത് ഉപ്പയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്, അല്ലാതെ ഒരിക്കലും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. നുസൈബയുടെ തറവാട്ടുകാരും വന്നിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നുസൈബാനെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്, പെണ്ണുങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്, അപ്പോൾ നിങ്ങളൊന്ന് വരി എന്ന് പറഞ്ഞിട്ട്. വല്യമ്മക്ക് സുഖമില്ലാത്തതിനാൽ വല്യമ്മ വന്നിട്ടില്ല. പിന്നെ നുസൈബയുടെ ഉമ്മയുടെ അനിയത്തി അവരുണ്ടാകും. പിന്നെ എളാപ്പയും വൈഫും കുട്ടികളും. നുസൈബക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ അവൾ എളാമയോട് പറഞ്ഞു, എളാമ, ഞാനൊരിക്കലും ഇത് വിചാരിച്ചതല്ല. മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാര്യക്കണ്ണ് കഴിച്ചിലായല്ലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എൻ്റെ മോള് ഒന്ന് ശരിക്കും ഒന്ന് നിന്നാളി, ഓല് വരികയല്ലേ, പിന്നെ ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. എളാമ, ഒരിക്കലും ഞാനിപ്പോൾ വിവാഹത്തിന് ഒരുങ്ങിയിട്ടില്ല സത്യമായിട്ടും. പിന്നെ ഉമ്മയുടെ ഉപ്പയുടെ ഇഷ്ടമല്ലേ, ഞാൻ എന്താ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും എനിക്കിതിന് താല്പര്യമില്ല. അതെന്താടി? അതെന്താ നിനക്ക് താല്പര്യമില്ലാത്തത്? ഇപ്പോൾ നീ ശരിയാണ്, പഠിക്കുകയാണ്. എന്നാലും ഇപ്പോൾ എനിക്ക് വിവാഹത്തിൻ്റെ നല്ലൊരു പ്രായമല്ലേ, ഒന്ന് ഏതായാലും അങ്ങനെ ആയിപ്പോയില്ലേ, ഇനിയെങ്കിലും ഇത് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ. ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഇവർക്ക് സമാധാനമായല്ലോ, അതുകൊണ്ടാണ്. എളാമ, ഞാൻ ഒരിക്കലും ഒരാളുടെ മുമ്പേക്ക് ഞാൻ ഇനി പോവില്ല. എനിക്ക് താല്പര്യമില്ല തീരെ സത്യമായിട്ടും. മോളെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. ഈ നോക്കൊന്ന് മണ്ടല്ല മുഖത്തേക്ക്, ഒന്ന് ആ കടമക്ക് വേണ്ടി നിന്നെടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. ദാ അവർ വന്നു. അപ്പോഴേക്കും ഇവരിവിടെ
ഒരുപാട് സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മജീദ് വണ്ടിയിൽ നിന്നിറങ്ങി. ദാ ആ വീട് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് ചെറിയൊരു വഴിയാണ്. വണ്ടി അങ്ങോട്ട് പോവും അറിയില്ല, അല്ലെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി. ഓട്ടോ ആണെങ്കിൽ അങ്ങോട്ട് മുറ്റത്തേക്ക് പോകും. ഇത്രയും വലിയ വണ്ടി അങ്ങോട്ട് പോകാൻ കുറച്ച് ചിലപ്പോൾ പ്രയാസമായിരിക്കും. എന്താ വണ്ടി എന്നെക്കൊണ്ട് കഴിയണമെങ്കിൽ കൊണ്ടുപോയിക്കോ, തിരിച്ചെടുക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ. അത് വേണ്ട, ഇവിടെ നിൽക്കാം, നിങ്ങൾ നടന്നോളി. മജീദക്ക അതാ ഇറങ്ങി മുന്നിൽ നടക്കുന്നു. പിന്നാലെ അതാ ഉമ്മയും. ഉമ്മ ദയനീയമായി അതാ അസ്കറിനെ നോക്കുന്നു. മോനെ, എൻ്റെ കുട്ടി ഇറങ്ങണില്ലേ? ഉമ്മ, ഞാൻ ഇറങ്ങുന്നില്ലമ്മ, ഉപ്പയോടെ ഈ കാര്യം പറയണ്ട. മോനെ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും മജീദാക്ക അത് കൊള്ളാക്കുമല്ലോ, ഉറപ്പാണ്. എന്തായാലും എൻ്റെ മോനക്ക് നല്ല ചീത്തയേക്കും ഉപ്പാൻ്റെക്കുന്ന്. ഉമ്മ, കുറേ കേട്ടതല്ലേ, ഇനി കണ്ട് കേൾക്കാം. നിങ്ങൾ പോയിക്കോളി. ഒരു കുട്ടീനെ നമ്മൾ വെറുതെ കാണാൻ പോയിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാതെ അവരുടെ ഭാവി ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ വീട്ടിലത്തെ ആൾക്കാർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടു പോന്നാൽ എന്നെ അവർ കാത്തിരിക്കും, പിന്നെ ഇനി എന്തേ ഉണ്ടാവും വിചാരിച്ചിട്ട്. പക്ഷേ ഇത് ഞാനില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷ അത്ര ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ വെറുതെ കാണാൻ വരില്ലേ, ഒരിക്കലും ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതന്നെയല്ല. എനിക്കിഷ്ടമല്ല അമ്മ, അടുത്ത വർഷമൊക്കെയല്ലേ, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷമൊക്കെ കാണാൻ വന്നാൽ പോരെ. ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ അയാളെ കൂട്ടേണ്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ പ്ലാനിങ് ഒക്കെ റെഡിയായിരുന്നു. പെട്ടെന്നതാ മജീദ് വിളിക്കുന്നു. അസ്കറേ, ഇറങ്ങി വാടാ. ഉമ്മ അസ്കറിനോട് പറഞ്ഞു. മോനെ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ലമ്മ. മജീദിനോട് അതാ ഉമ്മ പറയുന്നു. അത് അവന് പറഞ്ഞത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് വരാമെന്നാണ്. എനിക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ അവൻ വന്ന് കണ്ടോളാം എന്നാണ്. അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞാൽ പറ്റൂല. പുതിയാപ്പിള എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറങ്ങി വാ. അസ്കർ വിചാരിച്ചു, ഇല്ല, ഞാൻ അതിന് നിൽക്കില്ല. അത് ചതിയാണ്. വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ലാതെ വെറുതെ ഒരു പെണ്ണിനെ കാണാൻ പോവുക, ബാപ്പാനെ പേടിച്ചിട്ട്. ഹേയ്, എനിക്കെന്താ മണ്ടത്തരുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അസ്കറിനെ എത്ര നിർബന്ധിച്ചിട്ടും വരുന്നില്ല. അങ്ങനെ അതാ ഉമ്മയും മജീദക്കയും കൂടെ നുസൈബയുടെ ആ ചെറിയ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. വീട് കാണുമ്പോൾ തന്നെ ഉമ്മയോട് മജീദ് പറഞ്ഞിരുന്നു, പിന്നെ വീടും കുടിയും ഒക്കെ ചെറുതാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ അവിടുത്തെ കുട്ടിയുണ്ട്, 10 മാറ്റ് പെൺകുട്ടി. ആ പെൺകുട്ടിനെ നമുക്ക് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കന്നെ വേണ്ട. മജീദ, പിന്നെ ഞാനതൊന്നും നോക്കാറൊന്നുമില്ല. എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ വലിയ സ്വത്തും അതിലും വലിയ വീടും ഉണ്ടായിട്ടെന്താ, മനസ്സിനല്ലേ സമാധാനം വേണ്ടത്. എന്നാൽ കയറിക്കോളി. അപ്പോഴതാ സിറ്റൗട്ടിൽ ഉപ്പയും എളാപ്പയും ഉണ്ട്. കയറി വരി. അല്ല, പുതിയാപ്പിള പോന്നില്ലേ? ഒരു നിമിഷം ഉപ്പ ചോദിച്ചു. പുതിയാപ്പിള ഇല്ല, വന്നിട്ടില്ല. ഫസ്റ്റ് ഉമ്മ കണ്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാണ്. ആയിക്കോട്ടെ, ഇരിക്കേ. ചെറുപ്പക്കാരിയായ നല്ലൊരു ഉമ്മ. അതെ, അവരെല്ലാവരും ആ ഉമ്മയെ തന്നെ നോക്കുകയാണ്. ഞാൻ ചെക്കൻ്റെ ഉമ്മയാണ്. ഇരിക്കേ. ഉമ്മ അതാ അകത്തേക്ക് ഇരിക്കുന്നു. മജീദ് അവിടെ സിറ്റൗട്ടിലും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, അസ്കർ വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട്. നുസൈബ സങ്കടത്തോടെ കരയുകയാണ്. അതെ, ഉറപ്പാണ്, എൻ്റെ വിവാഹം ഉറപ്പിക്കും. ഒരിക്കലും എൻ്റെ പ്രതീക്ഷകൾ, എൻ്റെ സ്വപ്നങ്ങൾ ഒന്നും നടക്കില്ല. അവൾ വളരെയധികം തേങ്ങുന്നുണ്ടായിരുന്നു. ഉമ്മ ചോദിച്ചു, എവിടെ മോള്? എളാമ നുസൈബയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ്. ഉമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. നല്ലൊരു പെൺകുട്ടി, മാഷാ അല്ലാ. ഉമ്മ അവളോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ, കരയാണോ? മുഖക്ക് വല്ലാതെ ചോന്നിരിക്കുന്നു. എളാമ വല്ല വിഷയം മാറ്റി. അവൾ പഠിക്കൊക്കെ അല്ലേ, അപ്പോൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആർക്കും വല്ലാതെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ടതാണ്. മോള് പഠിക്കുകയാണോ? എന്തിനാണ് മോള് പഠിക്കുന്നത്? ഞാൻ നീറ്റ് എൻട്രൻസ് എഴുതുകയാണ്. മാഷാ അല്ലാ. എന്താ മോളെ പേര്? എൻ്റെ പേര് നുസൈബ. ആണല്ലേ? എന്നാലും ഇത്രമാത്രം സങ്കടപ്പെടാൻ എന്താ? ഉമ്മ ശരിക്കും അവളെ ഒന്ന് നോക്കി. ശരിക്കും ഉമ്മാക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പഠിച്ചോനെ, മാഷാ അല്ലാ, ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണോ എൻ്റെ കുട്ടിക്ക് വേണ്ടി? വെറുതെ അല്ല ഓൻ്റെ ഒപ്പം അങ്ങനെ എന്നെ നിർബന്ധിച്ചത്. നല്ല കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ അസ്കർ മോനെ, അവന് ഇങ്ങോട്ട് വന്നില്ലല്ലോ.
ഒരു നിമിഷം ഉമ്മാക്ക് തോന്നി അവനെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു കാണലിന് അത് ഞാൻ വരുന്നില്ല, അത് നമ്മൾ ചെയ്യുന്നത് ചതിയാണ് എന്നുള്ള കാര്യം. വേണമെങ്കിൽ പിന്നെ പറഞ്ഞേക്കാം. ഉമ്മാക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അവളെ. മോളെ, ഇത് ആരൊക്കെയാണ്? ഇത് എളാമ്മയാണ്. ഉമ്മ അത്. പിന്നെ ഇത് ഉമ്മയുടെ അനിയത്തിയാണ്. ആണല്ലേ? ആ മനോഹരമായ സാരിയുടെ ഇടയിലൂടെ കൈകളിൽ നിറയെ സ്വർണ്ണവളകൾ നിറഞ്ഞ ആ ഉമ്മയെ അവരെല്ലാവരും ശരിക്കും നോക്കുകയാണ്. പുതിയാപ്പളിൻ്റെ അമ്മ എത്ര മൊഞ്ചുണ്ട്, നല്ലൊരു മൊഞ്ചത്തി തന്നെ, അവർ തമ്മിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുതിയാപ്പള എത്ര രസമുണ്ടാവില്ലേ? ഇതാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ കുടിക്കുക. ചായ ഒന്നും വേണ്ടില്ലായിരുന്നു. മോളെ, ചായ കുടിച്ചോ? ഉമ്മ അതാ നുസൈബയെ വിളിക്കുന്നു. എനിക്കിപ്പോൾ വേണ്ട. എന്നാലും മോളെ, അവരുടെ കൂടെ ഇരിക്കുക, ഉമ്മാൻ്റെ കൂടെ ഇരിക്കുക. നിങ്ങൾ ഉമ്മല്ലേ? അതെ, ഞാനാണ് ഉമ്മ. ഉമ്മയെ ചായ കുടിക്കാൻ ഇരുത്തിയപ്പോൾ അതാ നുസൈബയെ ഉമ്മ വിളിച്ചു കൊണ്ടുവരുന്നു കൂടെ ഇരുത്തി. മോളെ, മോൾക്ക് എന്താ പ്രശ്നം? മോൾക്ക് മുഖത്ത് നോക്കിയിട്ട് നല്ല സങ്കടമുണ്ടല്ലോ. അത് എനിക്കിപ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. മോളെ, അതൊന്നും സാരല്ല, നീ വിഷമിക്കണ്ട. മോള് പഠിക്കല്ലേ, പഠിക്കാനല്ലേ മോൾക്ക് താല്പര്യം? എനിക്ക് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആണല്ലേ? മോളുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ. മോൾക്ക് ഇപ്പോൾ വിവാഹത്തിന് താല്പര്യമല്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷേ ഉമ്മയപ്പൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാനതിന് നിന്നതാണ്. സാരല്ല മോളെ, അത് മോൾക്ക് ഇഷ്ടമില്ലാതൊന്നും ഒന്നും നടക്കൂല. മോളുടെ ഇഷ്ടം പോലെയൊക്കെ ആക്കാം. എനിക്ക് എൻ്റെ മോളെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മോനക്ക് പറ്റിയ പെൺകുട്ടി തന്നെയാണ് ഈ. എൻ്റെ മോനെ കണ്ടിട്ടില്ലല്ലോ? നുസൈബ ഇല്ലെന്ന് തലയാട്ടി. അത് മോളെ, ഞാൻ ആദ്യം കണ്ടിട്ട് പിന്നെ മോനെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ വന്നത് മോൾക്ക് വിഷമമായിട്ടുണ്ടോ? നുസൈബ ഒന്നും മിണ്ടിയില്ല. അതെ, സാരല്ല കേട്ടോ, ഞാൻ പിന്നെ അങ്ങനെ കാണാൻ വന്നതാണ്. പിന്നെ മോനക്ക് വേണ്ടി വിവാഹാലോചന അത് ഞങ്ങളിപ്പോൾ വിചാരിച്ചതല്ല, പക്ഷെ അവരുടെ ഉപ്പയുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി അങ്ങനെ വന്നതാണ്. എന്തായാലും മോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൻക്കും നിന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഈ വർഷം ഇനിയിപ്പോൾ വിവാഹത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇൻഷാ അല്ലാ വിവാഹമൊക്കെ നടത്താം. അതായിരിക്കും നല്ലത്. അപ്പോഴേക്കും മോൻ ഒന്നുകൂടി ഗൾഫിലൊക്കെ പോയി വന്ന് തിരിച്ചെത്തിയിട്ട് സെറ്റിൽഡായിട്ട് നമുക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. അതായിരിക്കും നല്ലത്. ഇപ്പോൾ ധൃതി പിടിച്ച് ഞാനും ആഗ്രഹിക്കണില്ല, എങ്കിലും ഒന്ന് കാണാൻ വന്നു മാത്രം. ഉമ്മയുടെ ഒരു നല്ല സംസാരം അത് നുസൈബക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പഠിച്ചവനെ, എൻ്റെ മനസ്സറിഞ്ഞു വന്ന ഒരു ഉമ്മ. സത്യമായിട്ടും അല്ലെങ്കിലും എനിക്ക് ഉമ്മമാരെ കിട്ടുന്നതൊക്കെ ഇങ്ങനെയുള്ള സ്നേഹനദികളെയാണ്. മോളെ വിഷമിക്കൊന്നും വേണ്ട. മോള് പഠിച്ചട്ടോ, നമുക്ക് പഠനമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടക്കായിട്ടൊക്കെ അടുത്ത വർഷമൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം തിരക്കൊന്നുമില്ലല്ലോ. നുസൈബയുടെ മനസ്സിൽ 1000 പൂത്തിരി അതാ വിടരുന്നു. പഠിച്ചവനെ, എൻ്റെ ഷമ്മാസ് നഷ്ടപ്പെടും എന്നുള്ള ഒരു വേദന എൻ്റെ മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നു. എങ്കിലും ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട്. നുസൈബയുടെ ആ ഒരു കണ്ണുനീരിനിടയിലൂടെ മനോഹരമായ പുഞ്ചിരി വിടർന്നു. അത് ഉമ്മ ശരിക്കും ശ്രദ്ധിച്ചു. ഈ കുട്ടിക്ക് അല്ലെങ്കിലും ഇപ്പോൾ വിവാഹത്തിനൊന്നും താല്പര്യമില്ല. കണ്ടില്ലേ, ഞാനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞത്. അവൾ അറിയാതെ ആ ഉമ്മയെ വിളിച്ചു. ഉമ്മ, കുറച്ചുകൂടി ചായ ഒഴിക്കട്ടെ? ഹേയ് വേണ്ട മോളെ, അത് മതി, ഞാൻ കുടിച്ചു, എനിക്ക് സന്തോഷമായി, എനിക്ക് മോളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അതാ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. വെറുതെയല്ല ഇക്കാക്ക പറഞ്ഞത് ഇവളെ തന്നെ കെട്ടിക്കൊണ്ടുവരണമെന്ന്. പക്ഷേ എൻ്റെ കുട്ടിക്ക് ആ വീട്ടിൽ ഒരു സുഖം കൊടുക്കില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല, അതെനിക്കറിയാം. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിരുന്നു, മോനെ നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ നീ കൊണ്ടുപോകണം, ഇവിടെ വീട്ടിൽ നിർത്തരുത് എന്നുള്ളത്. കാരണം ഉപ്പാൻ്റെ സ്വഭാവം അതങ്ങനെയൊക്കെയാണ്. അതും ഇത്രയ്ക്കും ഗ്ലാമറുള്ള ഒരു കുട്ടിയെ വേണ്ട. പാവാണ് ആ പെൺകുട്ടി, അവളെ ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും നുസൈബയുടെ ഉമ്മ വന്നു. നിങ്ങൾ ചായ കുടിച്ചില്ലേ? ഇത്ര പെട്ടെന്ന് നീച്ചോ? കുറച്ചുകൂടി കുടിച്ചോളേ. അല്ല, വേണ്ടായിട്ടാണ്. പിന്നെ മോൾക്ക് പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമുള്ളതാണല്ലേ. മോൾ പഠിച്ചോട്ടെ, ഇൻഷാ അല്ലാ ആക്കം പോലെയൊക്കെ നമുക്ക് കല്യാണം കഴിക്കാമല്ലോ. ഇത്ര വലിയ ബേജാറൊന്നുമില്ലല്ലോ. ഉമ്മയുടെ ആഗ്രഹം അടുത്ത വർഷം നിക്കാഹ്, അത് കഴിഞ്ഞ് മകൻ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകട്ടെ എന്നായിരുന്നു. ഒരിക്കലും വീട്ടിൽ നിർത്താനാവില്ല എന്നാണ്.
പിന്നെ മോള് പഠിച്ചോട്ടെ കേട്ടോ, അവൾ വിഷമിപ്പിക്കണ്ട, അവൾ പഠിക്കട്ടെ, പഠിക്കാൻ കഴിയണ കുട്ടിയല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് കല്യാണത്തിനൊക്കെ ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ, ഒക്കെ നമുക്ക് ആക്കും പോലെ ആലോചിക്കാം. പിന്നെ എനിക്കെന്തായാലും കുട്ടീനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം മോന് എപ്പോൾ കാണാൻ വരും? അത് മോനിനി വന്നോളും ആക്കും പോലെയൊക്കെ, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാലേ മോനക്കും ഇഷ്ടപ്പെടും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ മോളെ നുസൈബ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അതാ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു. വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഉമ്മാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണേ, നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. വലിയ മുതൽക്കാരെ വീട്ടിലത്തല്ലേ, കണ്ടില്ല എൻ്റെ കൈമത്തെ വളയും ആ മാലയൊക്കെ, എന്താലേ വിലപിടിപ്പുള്ള സാരിയും കാര്യങ്ങളും ഒക്കെ. നുസൈബ മോൾ അങ്ങോട്ട് എത്തിക്കിട്ടിയ കഴിച്ചിലായൊക്കെ ചെയ്യും. മോനതാ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മ, മോനെ, എടാ, എന്തുമ്മ? എൻ്റെ കുട്ടിയെ, ആ കുട്ടീനെ ഒന്ന് കാണ്ടിയതാണ്. എന്തേ? പത്തര മാറ്റ്. എൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിൽ ഏറെ നല്ല അല്ലാതെ ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞില്ല അസ്കറേ, ഈ വന്നൂടെ, എനിക്ക് വരായിട്ടില്ല, ഈ മടിച്ചു നിന്നിട്ടല്ലേ. ആ പെൺകുട്ടി ഒന്ന് കാണ്ടിയതാണ്. നിങ്ങളും കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ അകത്ത് പോയി കണ്ടല്ലോ. ഒന്ന് ചോദിച്ചു നോക്ക് ആ കുട്ടീനെ പറ്റി. മോനെ, എന്താ പറയുക, കൈ കഴുകി തൊടാൻ തോന്നും ആ രീതിയിൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളൊരു പെൺകുട്ടി. എന്താണ് എൻ്റെ ഒരു ഭംഗിയെന്നോ, അതിൻ്റെ ഒരു സംസാരമാണെങ്കിൽ അതിലേറെ രസം. നല്ല സങ്കടം ഉണ്ടായിരുന്നു, കണ്ണുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പഠിക്കുകയാണോ? എന്തേ വിഷമമുണ്ടോ? പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ പഠിച്ചോ, നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത വർഷമൊക്കെ കല്യാണം ആക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി നല്ലോണം സന്തോഷിച്ചു. എത്ര മനോഹരമായൊരു പെൺകുട്ടിയെന്നോ. സത്യമായിട്ട് മോനെ, എനിക്ക് പറ്റിയ കുട്ടി തന്നെയാണ്. ഉമ്മ, നമ്മൾ വെറുതെ ഇവിടെ കാണാൻ പോയിട്ട് കാര്യമില്ലല്ലോ. വെറുതെ കാണാൻ പോയിട്ട് അത് അങ്ങനെയൊക്കെ സംസാരിച്ച് പിന്നെ ഇങ്ങോട്ട് ഒരു ചതി പോലെ ആവില്ലേ അത്. മോനെ, എന്തായാലും വേണ്ടില്ല, അടുത്ത വർഷം എൻ്റെ കുട്ടി ആ കുട്ടീനെ തന്നെ കെട്ടിക്കെട്ടോ. നല്ല പെൺകുട്ടിയാണ്, എന്തൊരു ഭംഗിയാണ്, എല്ലാം കൊണ്ടോ സ്വഭാവം ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ നല്ല അച്ചടക്കമുള്ളൊരു പെൺകുട്ടി. ഉമ്മയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ അസ്കറിനും ചെറിയൊരു ആഗ്രഹം ഇല്ലാതില്ല. ഉമ്മ, അത് പിന്നെ ഞാനൊന്ന് സെറ്റിൽഡ് ആകട്ടെ, കുറച്ചുകൂടി എനിക്ക് സമ്പാദിക്കാണ്ട്, എന്നിട്ട് ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഒക്കെ റെഡി ആയിട്ട് ഇൻഷാ അല്ലാ നിക്കാഹ്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പ്രൊഫഷൻ തീരെ വിചാരിച്ചിട്ടില്ല. ഉമ്മ, അതിനു മുമ്പ് ആ കുട്ടിയെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവുമോ? മോനെ, അത് പറയാൻ പറ്റൂല, കാരണം അത്രക്ക് ഭംഗിയുണ്ട് ആ കുട്ടീനെ കാണാൻ. പെട്ടെന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യം, പക്ഷെ എൻ്റെ കുട്ടി സെറ്റിൽഡ് ആയിട്ടില്ലല്ലോ. അത് സാരല്ല ഉമ്മ, വിധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും, അങ്ങനെ വിചാരിച്ചാൽ മതി. അതിൽ മജീദൊക്കെ പറഞ്ഞു, അസ്കർ എങ്ങനെയുണ്ട് നമ്മളെ കളക്ഷനും സെലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഉമ്മാനോട് ചോദിച്ചു നോക്കിയില്ലേ? മജീദേ, സത്യം പറഞ്ഞാൽ നല്ല റാഹത്തായൊരു പെൺകുട്ടിട്ടോ, കിട്ടിയോല് കഴിച്ചിലാവും ഉറപ്പാണ്. ആ യാത്രയിൽ ഉമ്മാക്ക് നുസൈബയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ശരിക്കും നല്ലൊരു പെൺകുട്ടി, നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കിട്ടുകയാണെങ്കിൽ ഒരു ഭാഗ്യവും. പക്ഷേ ഞങ്ങളെ വീട്ടിലേക്ക് ഒരിക്കലും അവളെ മരുമകളായി നിർത്താൻ പറ്റില്ല, സേഫ്റ്റി ആക്കണം. ഒന്നുകിൽ അവൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറെ വീടെടുത്ത് അവളെ സേഫ്റ്റി ആക്കണം. അതേ രക്ഷയുള്ളൂ. എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ വിശ്വാസമില്ല, പിന്നെ എങ്ങനെ? അതും അത്രയ്ക്കും ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ. ഹേയ് വേണ്ട, മറ്റൊരു ചിന്തയിലൂടെ അയാൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും അവസരം കൊടുക്കാൻ പാടില്ല. ഹാജിയാർ അവിടെ ഗേറ്റിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായി പോയിട്ട് കണ്ടില്ലേ? കണ്ടു, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, പത്തര മാറ്റി പെൺകുട്ടിയാണോള്, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂല. എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ കണ്ട് ഉറപ്പിച്ചാലോ? അതെ, ഇപ്പോൾ ഉറപ്പിക്കണ്ട, അടുത്ത വർഷം, അതാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നെ ഈ പ്രാവശ്യം അതങ്ങനെ അങ്ങോട്ട് പോട്ടെ. മോന് പോവാനും ആയില്ലേ, ഓനോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാല്ലേ. ഈ എന്തേ പറയണത്? നിക്കാഹിനും കല്യാണത്തിനും നിശ്ചയത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഇറക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓനെന്തിനെ പേടിക്കണേ? വേണ്ട, മഹറൊക്കെ ഓൻ തന്നെ വാങ്ങിക്കോളും. ഓന് ഇപ്രാവശ്യം പോയിട്ട് അടുത്ത പ്രാവശ്യം കയ്യിൽ നിന്ന് പോവും. അത് മിക്കവാറും കയ്യിൽ നിന്ന് പോവും. അവിടേക്കാണ് നിങ്ങളെ കളി. ഞാൻ എന്ത് കാര്യത്തിന് നിങ്ങളെ പറഞ്ഞയച്ചത്? ഉപ്പ ദേഷ്യപ്പെട്ടുകൊണ്ട് അലറുകയാണ്.